ഫ്രണ്ട്സ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ നെയിം വന്നിട്ട് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആറ്റംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം കെമിസ്ട്രീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു എൻ്റയർ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇത് ഈ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്ന ഓരോ കാര്യങ്ങളും ഇനി വരുന്ന ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അറ്റോമിക് തിയറി, ആറ്റം എന്താണ്, മോൾ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫ്രഞ്ച് കെമിസ്റ്റായിട്ടുള്ള ആൻ്റോണി ലാവോസിയർ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സീൽഡ് ആയിട്ടുള്ളൊരു ഫ്ലാസ്ക് എടുക്കും. ആ ഒരു ഫ്ലാസ്കിൽ എന്താണ്, മെർക്കുറി അദ്ദേഹം നിറച്ചിട്ടുണ്ട് പകുതിയോളം. ഇനിയിപ്പം അതിൽ കൂടാതെ ഒരു എയറും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പം ഒരു ലേസിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ ലേസിൻ്റെ കൂടെ തന്നെ അതിലെന്താണ്, നമ്മൾ വിചാരിക്കും അത് ഫുള്ളും ലേസ് ആയിരിക്കുന്നു, പക്ഷേ ആ ഒരു ലേസ് മാത്രമല്ല അല്ലേ, എയറും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അദ്ദേഹം എടുത്ത മെർക്കുറീൻ്റെ ആ ഒരു സീൽഡ് ഫ്ലാസ്കിൽ കുറച്ച് എയറും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സംഭവത്തെ അദ്ദേഹം ഹീറ്റ് ചെയ്തു അവിടെ വെച്ചു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ ഒരു റെഡ് സബ്സ്റ്റൻസ് ആ ഒരു സീൽഡ് ഫ്ലാസ്കിൽ കാണപ്പെടുന്നുണ്ട്. ആ ഒരു റെഡ് സബ്സ്റ്റൻസിനെയാണ് മെർക്കുറി ഓക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹീറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ വന്നിട്ടുള്ള ആ ഒരു മെർക്കുറി ഓക്സൈഡ് അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കാണപ്പെട്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു സീൽഡ് ഫ്ലാസ്കിൽ. അപ്പം ആ ഒരു ഗ്യാസ് അതിൻ്റെ മാസിൽ റിഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഗ്യാസിൽ റിമെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്യാസാണ് നൈട്രജൻ ഗ്യാസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്? ഓൾസോ ദ ഗ്യാസ് വിച്ച് കമ്പൈൻഡ് വിത്ത് ദി മെർക്കുറി വാസ് ഓക്സിജൻ അല്ലേ. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടി? മെർക്കുറി ഓക്സൈഡ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. എങ്ങനെയാണ്? ഈ ഒരു മെർക്കുറി ഓക്സൈഡിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സിജനും മെർക്കുറി ആയിട്ട് മാറി. ഓക്കെ, ഇപ്പം ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന മെർക്കുറി ഓക്സൈഡിനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഹീറ്റ് ചെയ്ത് അത് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജനും മെർക്കുറി ആയപ്പം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ഈ ഒരു മെർക്കുറിൻ്റെയും ഓക്സിജൻ്റെയും വെയിറ്റ് ഉണ്ടാവുമല്ലോ, അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു മാസ് അല്ലെങ്കിൽ അത് എന്തിന് ഈക്വലാണ്? നമ്മുടെ മെർക്കുറി ഓക്സൈഡിന് ഈക്വൽ ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി ഫൈനലി അറീവ്ഡ് ദാറ്റ് the conclusion that every chemical reaction total mass of all the reactants is equal to the mass of all the products. But this is known as law of conservation of mass. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും റിയാക്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മാസസ് എന്തിനോട്? പ്രൊഡക്റ്റിൻ്റെ മാസസിനോട് ഈക്വൽ ആണെന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിലൂടെ ലാവോസിയർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റോമിക് തിയറി എന്താണെന്നാണ്. അറ്റോമിക് തിയറി പറഞ്ഞിട്ടിരിക്കുന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. സോ അദ്ദേഹം ഒരു ബേസിക് തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ബേസിക് തിയറിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. John Dalton provided basic theory. All matter, whether element, compound or mixture, is composed of small particles called atoms. എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ എലമെൻ്റ് ആണെങ്കിലും ഒരു കോമ്പൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആണെങ്കിലും അത് എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആറ്റംസിനെ എന്താ പറയുക, നമുക്കിപ്പം നമ്മുടെ ബോഡി ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെറിയ ക്ലാസ്സിലൊക്കെ പറയും നമ്മുടെ സെല്ല് കൊണ്ട് അല്ലേ, കുറേ സെല്ല്
കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു എലമെൻറ്റോ ഒരു കോമ്പൗണ്ടോ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളായിരിക്കും ആറ്റംസ് കൊണ്ടാണ് ആ ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത് നമുക്ക് പറയാം. ഇതാണ് അറ്റോമിക് തിയറിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഈ ഒരു അറ്റോമിക് തിയറി പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. 5 പോസ്റ്റ്ലേറ്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് നോക്കാം. മെയ്റ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. അതായത് ഒരു മെയ്റ്റർ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് എന്തായിരിക്കും? അതൊരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റത്തിന് നമുക്ക് ഡിവിസിബിൾ ഭാഗിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തുള്ളൊരു ആറ്റം ആയിരിക്കും എന്താണ് ഒരു മാറ്റർ കൺസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ കെമിക്കൽ എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് ഓൾ അതർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കെമിക്കൽ എലമെൻറ്റിൽ വരുന്ന എല്ലാ ആറ്റംസും അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിൻ്റെ മാസ് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇപ്പം മാസ് ഐഡൻറ്റിക്കൽ ആയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓൾ ദ അതർ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി തേർഡ് പോസ്റ്റ്ലേറ്റ് നമുക്ക് നോക്കാം. ആറ്റംസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ ആൻഡ് റിറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്താണ് അത്? അതിൻ്റെ കെമിക്കൽ റിയാക്ഷനിലൂടെ അതിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തെടുക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആറ്റംസ് ആൻഡ് ഇൻ പെർട്ടിക്കുലർ സച്ച് ആറ്റംസ് ഹാവ് ഡിഫറെൻറ്റ് മാസസ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ എലമെൻറ്റ്സിനെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതിൻ്റെ മാസസും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്, ഇതെന്താണ് ഈ ഒരു എലമെൻറ്റ്, എന്താണ് എന്താണ് ആറ്റംസ്, എന്താണ് കോമ്പൗണ്ട് എന്നൊക്കെ. അതൊക്കെ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ്സ് ഒന്ന് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് ഒക്കേഴ്സ് ത്രൂ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് അൺലൈക്ക് എലമെൻറ്റ്സ് ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ എലമെൻറ്റ്സ് അല്ലേ, എലമെൻറ്റ്സ് ഉണ്ടാവുന്ന ആ ഒരു കോമ്പിനേഷനിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ്ലേറ്റ്സിലുണ്ടല്ലോ, ഡാൾട്ടൻ്റെ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ക്ലിയർലി റിലേറ്റഡ് ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ഏതൊരു ആറ്റം എടുത്തു കഴിഞ്ഞാലും ആ ഒരു ആറ്റത്തിന് എന്തായിരിക്കും? ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഓൾസോ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദർ ഈസ് എ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും? റിമെയിൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ആൻഡ് ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ എന്താണ്? ദ ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ്സ് ഈസ് എക്സ്പ്ലെയിൻ എന്തിനെ കുറിച്ചിട്ടാണ്? ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു കോമ്പൗണ്ട് as a type of matter containing the atoms of 2 or more elements. So it's a small whole number ratio. അപ്പം ഇവിടെ നിങ്ങൾ വായിച്ചില്ലേ, ദ ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് ഒക്കേഴ്സ് ത്രൂ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് അൺലൈക്ക് എലമെൻറ്റ്സ് ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് എന്താണ്? അവിടെയുള്ള ആറ്റംസ് ഉണ്ടാവില്ലേ, അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ടാവും. ഇപ്പം ഒരു കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ they must have the elements in definite proportion by mass. അപ്പം ഒരു ആറ്റമിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിന് എന്തായിരിക്കും? കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള എലമെൻസിനും ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലുള്ള മാസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്, കൂടാതെ അദ്ദേഹം ഓൾസോ ഹി ഡെഡ്യൂസ്ഡ്
ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? The law states that when two elements from more than one compound, the masses of one element in these compound for a fixed masses of the other element are in the ratio of small whole number ratio. അപ്പം ഈ ഒരു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമ്പിളായിട്ട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എടുക്കാം. ഓക്കെ, ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ഡിനോട്ട് ചെയ്യുന്നത് CO എന്നാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് CO2 അല്ലേ. അപ്പോൾ ഇതിൽ കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.000 ഗ്രാം ആൻഡ് ഓക്സിജൻ, കാർബൺ മോണോക്സൈഡിൽ കാർബൺ ആണ് കേട്ടോ 1 ഗ്രാം ആയിട്ട് വരുന്നത്. ആൻഡ് ദി ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3321 ഗ്രാം ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ നോക്കൂ, കാർബണ് എന്തായാലും 1 ഗ്രാം ആൻഡ് ഓക്സിജൻ അവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു ഓക്സിജൻ 2 എണ്ണം ഉണ്ടാകുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ കാർബണ് 1.00 ഗ്രാം ആണ് വരുന്നത്, ഓക്സിജന് 1.3321 ഗ്രാം ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ CO2ൻ്റെ കേസിൽ നോക്കൂ, CO2ൻ്റെ കേസിൽ സെയിം ആണ് അല്ലേ കാർബണിൻ്റെ വരുന്നത്. പക്ഷേ ഇവിടെ O2 ആണുള്ളത്. O2 എന്ന് വെച്ചാൽ 2 × 1.3321 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണ് നമുക്ക് മീൻ ചെയ്ത് തരുന്നത്? അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് സെയിം ആയിരിക്കും. ഇവിടെ ഏതാണ് എലമെൻറ്റ് സെയിം ആയിരിക്കുന്നത്? C ആണ് അല്ലേ, കാർബൺ ആണ് എലമെൻറ്റ് സെയിം ആയിരിക്കുന്നത്. ആൻഡ് ദി ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൈസ് ഗ്രേറ്റർ അല്ലേ, ഗ്രേറ്റർ ദാൻ കാർബൺ. അതായത് നേരത്തെ കാർബൺ മോണോക്സൈഡിൽ ഓക്സിജന് വാല്യൂ എന്താണ് 1.3321 മാത്രമാണ്. അപ്പം O2 ആകുമ്പോഴെന്താണ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തല്ലോ. ഇതാണ് ഈ ഒരു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് കേട്ടോ. ആറ്റം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ആറ്റം? അപ്പോൾ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമുക്ക് പറയുന്ന ഒരു മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആറ്റത്തിനെ. ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ആറ്റം ഈസ് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് മാറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രൽ ന്യൂട്രോൺസ് സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ ഇത് പറയുന്നത്. സോ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ് ഡിറ്റർമൈൻ ദി പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ്. സോ ഈ ഒരു ഇൻട്രാക്ഷൻ മൂലമാണ് അതിൻ്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ബിഹേവിയറൊക്കെ ആ ഒരു കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ആറ്റംസിനെ നമുക്കുണ്ടല്ലോ എന്ത് പറയാൻ, ചെറുതായിട്ട് പറയാന്നുണ്ടെങ്കിൽ it is the smallest unit of an element. ഒരു എലമെൻറ്റിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മോളിക്യൂൾസ്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും മോളിക്യൂൾസ് എന്നൊക്കെ. എന്താണ് മോളിക്യൂൾസ് എന്ന് നമുക്ക് നോക്കാം. ആറ്റം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, അത് ന്യൂട്രോണും ആൻഡ് പ്രോട്ടോൺസും ഉണ്ടാവും. ആൻഡ് സറൗണ്ടഡ് ബൈ എ ഓർബിറ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവും കേട്ടോ. അതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളായിരിക്കും. ആൻഡ് ദി മോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസ് എന്താണ്? എ മോളിക്യൂൾ ഈസ് അറ്റ്ലീസ്റ്റ് 2 atoms in a definite arrangement held together by a chemical bond. അതായത് നമ്മൾ നേരത്തെ ഒരു ആറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആറ്റം ഒരു കെമിക്കൽ ബോണ്ടിൽ ഉൾപ്പെടുന്നതിനാണ് മോളിക്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മോളിക്യൂളിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് O2 എന്ന് പറയാം. O2 എന്താണ്? ഓക്സിജൻ അല്ലേ, O2, H2, N2 അതൊക്കെ എന്താണ്? 2 ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ ബോണ്ടിൽ, അത് സെയിം ആറ്റങ്ങളാണ് അല്ലേ. O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ടിലുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ മോളിക്യൂളായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം 2 ഡിഫറെൻറ്റ് ആറ്റങ്ങൾ തമ്മിൽ
ഒരു കെമിക്കൽ ബോണ്ടിൽ വരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ H2 ഒക്കെ പറയാം. CO2 H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ, CO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന മോളിക്യൂൾസ് ആണ് അല്ലേ. അതായത് രണ്ട് ഡിഫറെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുമ്പോഴാണ് അവിടെ ഒരു കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നു അല്ലേ. അതിനെ നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ട്. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നേക്കാം, കോമ്പൗണ്ടും മോളിക്യൂളും തമ്മിൽ. പക്ഷേ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ഫ്രം അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ദാറ്റ് ആർ കെമിക്കലി കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. അതായത് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ്സിലുള്ള 2 ആറ്റം തമ്മിൽ കെമിക്കൽ ബോണ്ടിലുള്ളത്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ എടുക്കാം. ഒരു കോമ്പൗണ്ടിൻ്റെ കേസിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, 2 വ്യത്യസ്ത തരത്തിലുള്ള ആറ്റംസ് ആണല്ലേ അവിടെ ബോണ്ട് ചെയ്യുന്ന കാർബണും ഓക്സിജനും. ഇനിയിപ്പോൾ NH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻ്റ് ആണ്. നൈട്രജനും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് NH3 വരുന്നത്. NH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അമോണിയ ആണ് കേട്ടോ. അപ്പോൾ കോമ്പൗണ്ടും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓൾ മോളിക്യൂൾ ആർ നോട്ട് കോമ്പൗണ്ട്, ഓൾ കോമ്പൗണ്ട്സ് ആർ മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആറ്റം തമ്മിലും ബോണ്ടിങ്ങിൽ ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിലും ബോണ്ടിങ്ങിൽ ഉണ്ടാവും. എന്നാൽ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിൽ മാത്രമേ ആ ഒരു കെമിക്കൽ ബോണ്ടിൽ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ മോളിക്യൂൾ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ മറന്നതാണ്. ഇപ്പോൾ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അത് ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടാവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ O2, H2, N2. അതായത് O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓക്സിജൻ മോളിക്യൂൾസ് അല്ലേ. ഇനിയിപ്പം H2ൻ്റെ കേസിൽ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്, 2 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂൾ എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം അതെന്താണ് അങ്ങനെ ഡയാറ്റോമിക് എന്ന് പറയാൻ കാരണം? ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 ആറ്റംസ്, Cl2, F2. ഫ്ലൂറിനൊക്കെ നമ്മൾ ഈ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിളാണ്. ആൻഡ് നമ്മളിപ്പം 2-ലധികം ആറ്റംസിനെ കണ്ടെയ്ൻ ചെയ്യുമ്പോൾ അതിനെന്തായിരിക്കും പറയില്ലേ? പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് കേട്ടോ പറയുന്നത്. നേരത്തെ പറഞ്ഞ H2O, NH3 ഒക്കെ പോളി അറ്റോമിക് ആണ്, 2-ലധികം. NH3ൻ്റെ കേസിൽ നോക്കുന്ന നൈട്രജനുണ്ട് ഹൈഡ്രജനുണ്ട്. NH3 ഹൈഡ്രജൻ എത്രയുണ്ട്? 3 ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അത് പോളി ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. 2-ലധികം ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എലമെൻസിനെ കുറിച്ചിട്ടാണ്. എലമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ നോക്കുക, ഒരു ആറ്റം എന്നാണ്, ലൈക്ക് ആറ്റം തന്നെയാണത്. ആൻ എലമെൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ ടു സിംപിൾ സബ്സ്റ്റൻസ്. അതായത് ഒരു എലമെൻറ്റിന് നമുക്ക് എന്താണ് സിംപിൾ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നാച്ചുറലി നമുക്കിപ്പം 118 എലമെൻസിനെ പോസിറ്റീവ്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ 83 എണ്ണം നാച്ചുറലി തന്നെ നമ്മുടെ ഭൂമിയിൽ ഒക്കർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ ബാക്കി വരുന്നുണ്ടല്ലോ അതൊക്കെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ന്യൂക്ലിയർ പ്രോസസ്സിലൂടെയൊക്കെ. ഓക്കെ, സോ ഈ ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ഒരു ടേബിളിൽ എന്താണ് പറയുന്നത്, കുറച്ച് നമ്മുടെ എലമെൻസിൻ്റെ അതിൻ്റെ സിമ്പിൾസും ആണ് തന്നിരിക്കുന്നത്. അലൂമിനിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ Al എന്നാണ്. അപ്പം ഈ ഒരു എലമെൻറ്റ്സ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായാലും ക്യാപിറ്റലൈസ്ഡ് ആയിരിക്കും. ഈ ഒരു ടേബിളിൽ ഏത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലെറ്റർ എന്തായാലും ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അതിൻ്റെ ഫോളോവിങ് ആയിട്ട് വരുന്നത് എന്തായാലും സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ കൊബാൾട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ കൊബാൾട്ടിൻ്റെ സിമ്പിൾ എന്താ വരുന്നത്? ക്യാപിറ്റൽ C ആൻഡ് സ്മോൾ O ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാർബൺ മോണോക്സൈഡ് എങ്ങനെ എഴുതുക? ഇതേപോലെ തന്നെയാണ്, ക്യാപിറ്റൽ C ആൻഡ് ക്യാപിറ്റൽ O ആണ് എഴുതുന്നത് അല്ലേ. അപ്പം ഇതൊരു എലമെൻ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ
ലെറ്റർ ആൻഡ് ഫോളോവഡ് ബൈ എ സ്മോൾ ലെറ്റർ. പിന്നെ അതൊരു മോളിക്യൂൾ ആവുമ്പോഴും ഇതെന്താണ്, കൊബാൾട്ട് അല്ലേ, കാർബണും ഓക്സിജനും കൂടെ വരുന്നതാണ്. അപ്പോൾ അതൊരു മോളിക്യൂളാണ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതെന്താണ്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് രണ്ടും വരുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നോർമലി ഇങ്ങനെയാണ് സിമ്പിൾ ചെയ്യുന്നത് നമ്മൾ. കോമൺ എലമെൻറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവും അതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ്സ് ഇതിൽ മാത്രമല്ല, നിങ്ങൾ ഫിസിക്സിലും കാണണം പല SI യൂണിറ്റിനെ കുറിച്ചും. SI യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. ഇത് ഫ്രഞ്ചിൽ നിന്ന് എടുത്തിട്ടുള്ള വേർഡാണ് കേട്ടോ. സോ SI യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ SI യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, മീറ്റർ അല്ലേ. അതിൻ്റെ സിമ്പിൾ SI യൂണിറ്റ് സിമ്പിളായിട്ട് വരുന്നത് എന്താണ്, M ആണ്, സ്മോൾ m ആണ് വരുന്നത്. ഓക്കെ, മാസ് ആണെങ്കിൽ കിലോഗ്രാം. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ ആലോചിച്ച് വെക്കാം കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ടൈമിൻ്റെ ആണെങ്കിൽ സെക്കൻഡാണ് വരുന്നത്. S എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ SI യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഒരു SI യൂണിറ്റിൻ്റെ മുൻപിൽ ചേർക്കുന്ന പ്രിഫിക്സ് ഉണ്ട്. ഇത് MCQൻ്റെ പാർട്ടിലൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മെഗാ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 10ൻ്റെ എത്രാമത്തെ പവറാണ്, അങ്ങനെയാണെങ്കിൽ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇതിനൊക്കെ KB, MB, GB എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അവിടെ B വരുന്നത് ഡിനോട്ട് ചെയ്യുന്ന ബൈറ്റിനെയാണ് കേട്ടോ. അത് ഇൻ്റർനെറ്റ് സ്പീഡിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മീറ്ററാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് വരുന്നത്, മീറ്റർ എടുത്തതിനെ കൊണ്ട് തന്നെ ടെറാമീറ്റർ, 1 ടെറാമീറ്റർ. 1 ടെറാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.0 × 10⁻12 m ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ്ങും അതൊന്ന് നോക്കി വെക്കാം. ടെറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻12 ആണ്. ജിഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻9 ആണ്. ജസ്റ്റ് ഈ ഒരു ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ചോദിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോളാണ്. മോൾ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. അപ്പം ഈ ഒരു കെമിസ്ട്രി പഠിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പം ലാർജർ യൂണിറ്റ് ഒക്കെ ഉണ്ടാവില്ല, ലാർജർ നമ്പറിനല്ല, അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കോമൺലി റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു യൂണിറ്റാണ് മോൾ എന്ന് പറയുന്നത്. മോൾ ഈസ് ദ amount of a substance that contains as many elementary entities. ഈ ഒരു elementary entities എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആറ്റംസ്, മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ്. ആസ് ദർ ആർ ആറ്റംസ് ഇൻ എക്സാക്ട്ലി 0.012 കിലോഗ്രാം അല്ലെങ്കിൽ 12 കിലോഗ്രാം ഓഫ് ദി കാർബൺ 12 ഐസോട്ടോപ്പ്. അതായത് മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെൻ്ററി എൻറ്റിറ്റിയിൽ, ഇപ്പം ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിൽ ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാലും മോളിക്യൂൾസിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാവില്ലേ, അതിൻ്റെയാണ് നമ്മൾ നോർമലി മോൾ എന്ന് പറയുന്നത്. സോ ഇത് കാർബൺ 12 ഐസോട്ടോപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ എക്സാക്ട്ലി അത് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു മോൾ നമ്പർ അല്ലെങ്കിൽ 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ 6.022 × 10⁻23 എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പം 1 മോൾ ഇസ് ഈക്വൽ ടു 6.022 × 10⁻23 ആയിരിക്കും. പിന്നെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം 6.022 × 10⁻23 മോൾ ഇൻവേഴ്സ്, മോൾ റേസ് ടു -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോഗാഡ്രോ കോൺസ്റ്റൻ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കുന്നത് മോളാർ മാസിനെ കുറിച്ചിട്ടാണ്. മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 6.020. ഇപ്പം 1 മോൾ ഓഫ് O2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 1 മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്റ്റൻസ് എന്തായിരിക്കും 6.022 × 10⁻23 O2 ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. അതായത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കാം. 1 മോൾ ഓഫ് കാർബൺ 12 ഹാസ് 6.20
2 into 10 raised to 23 atoms whose mass is 12 gram. അപ്പോൾ ഒരു കാർബൺ 12ൻ്റെ ആ ഒരു മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 gram ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളാർ മാസ് ഈക്വൽ ടു മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് 6.22 into 10 raised to 23 elementary entities ഒന്നെങ്കിൽ അത് ആറ്റംസ് ആവാം അല്ലെങ്കിൽ അത് മോളിക്യൂൾസ് ആവാം. അതായത് ഈ ഒരു 6.22 അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു എലമെൻ്ററി എൻറ്റിറ്റീസ് ഇപ്പോൾ NH3 എടുക്കുന്നതാണെങ്കിൽ ആ ഒരു NH3 നമ്മളത് പ്ലസ് ചെയ്യണം കേട്ടോ. അപ്പം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോളാർ മാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോർമുല യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. ഫോർമുല യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് ആസ് മെനി ആറ്റംസ് ഓർ അയോൺസ് എന്നാണ് കേട്ടോ, ഓറിയോൺസ് എന്നല്ല, ഓർ അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആസ് ഗിവൺ ബൈ ഇറ്റ്സ് കെമിക്കൽ ഫോർമുല. അപ്പോൾ ഫോർമുല യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ കാണാം H2O. അതിൻ്റെ ഫോർമുല എന്താണ്? H2 ആണ്. H2ൽ എന്താ ഉള്ളത്? H 2 എണ്ണം ഉണ്ട് അല്ലേ? അത് 2 atoms of H. Hൽ എന്താണുള്ളത്? ആറ്റംസ് ആണുള്ളത്. 2 ആറ്റംസ് ഉണ്ട്. ആൻഡ് ഒരു ആറ്റം ഓഫ് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ NH3ൻ്റെ കേസിൽ എന്തായിരിക്കും? നൈട്രജൻ ഒരു ആറ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും NH3യിൽ. അതേപോലെ തന്നെ NaClൻ്റെ കേസിൽ ഉണ്ടാവുന്നത് അയോൺസ് ആയിരിക്കും കേട്ടോ. Na പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള അയോണും ആൻഡ് Cl മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള അയോണും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സെയിം ആസ് ദി NaNO3യിലും K2SO4ലും ആൻഡ് Ba3PO4. ഓക്കെ, ഇതാണ് ഒരു കെമിക്കൽ ഒരു ഫോർമുല യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മോളാർ മാസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ 1 മോൾ ഓഫ് കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു 6.02 ആ ഒരു വാല്യൂവിനോട് കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കുന്നത് അതായിരിക്കും 1 മോൾ ഓഫ് കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഓക്സിജനെ നോക്കാം. 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു ആ ഒരു വാല്യൂ 6ൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 6.022. അത് മോളിക്യൂൾസ് ഓഫ് O2 ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക, 0.5 എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 0.5നോടാണ് ആ ഒരു മോൾ വാല്യൂ നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, നമുക്ക് അന്നേരം എത്ര? 3.011 ഇൻറ്റു 10 raised to 23 കിട്ടി. അപ്പോൾ ഇതിങ്ങനെയാണ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് കേട്ടോ. അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ AMU എന്ന് പറയും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി 1/12 ഓഫ് ദ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. അപ്പോൾ എന്താണിത് പറയുന്നത്? അപ്പം ഈ ഒരു മാസ് എന്തിനോട് ഈക്വലാന്ന് പറയുന്നത്? കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ആറ്റത്തിൻ്റെ അതിൻ്റെ 1/12 മാസിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 AMU ഇസ് ഈക്വൽ ടു മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12 എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു AMUവിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ U വെച്ചിട്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസസ്. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ relative masses of atoms and molecules are the number of time each atom or molecule is heavier than 1/12 mass 1 carbon 12 atoms. അതായത് നമ്മുടെ ആ ഒരു അറ്റോമിക് മാസും അല്ലെങ്കിൽ മോളിക്കുലർ മാസസും എന്തിൻ്റെ ആണ്? അത് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റത്തിനേക്കാൾ ഹെവിയർ ആയിരിക്കും. ഓക്കെ, ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആവറേജ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് ദി എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ദി 1/12 ഓഫ് ദ മാസ് ഓഫ് ദി കാർബൺ 12 ആറ്റം. ഓക്കെ, ഇനിയിപ്പോൾ റിലേറ്റീവ് മോളിക്കുലർ മാസ് ആണെങ്കിൽ മോളിക്യൂളിൻ്റെ ആവറേജ് ഓഫ് മോളിക്യൂൾ മാസ് അത് ഡിവൈഡഡ് ബൈ കാർബൺ 12ൻ്റെ 1/12 മാസ് ആയിരിക്കും കേട്ടോ. സോ ഇനിയിപ്പം മോളാർ മാസ് ഓഫ് എൻ എലമെൻറ്റ് നമുക്ക് നോക്കാം. ഒരു മോളാർ മാസ് ഓഫ് എൻ എലമെൻറ്റിൽ
പറഞ്ഞു. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം ഓൻ്റെത് എന്താണ് 16 ആണ് അതിൻ്റെ മാസ് വരുന്നത്. ദറ്റ് ഈസ് അത് 1.33 ടൈംസ് ഹെവിയർ ദാൻ കാർബൺ 12 ആറ്റം. ആ ഒരു കാർബൺ 12 ആറ്റത്തിനേക്കാളും 1.33 ടൈംസ് അത് എന്താണ് ഹെവിയർ ആയിരിക്കും. അപ്പം അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കതിൻ്റെ എക്സാമ്പിളായിട്ട് H2O എടുക്കാം. മോളിക്കുലാർ മാസ് ഓഫ് H2O. ഓക്കെ, അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H2Oയിൽ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. 2 × H ആണ് മാസ് ഓഫ് ദി റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, പ്ലസ് എന്താണ് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഈ ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജനാണ്. ഇനി ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ ചെയ്താൽ കേട്ടോ. 2 × അതിൻ്റെ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്താണ്, റിലേറ്റീവ് അറ്റോമിക് മാസ് 1 ആണ്, പ്ലസ് നമ്മൾ ഓക്സിജന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ 16 ഗ്രാം ആയിരുന്നു എന്ന്. അതിൻ്റെത് അത് 16 എന്ന് എഴുതി. അപ്പം നമുക്ക് എത്ര കിട്ടി? റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു 18 എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇതിപ്പം മോളിക്യൂളിൻ്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിൻ്റെ കേസിൽ എന്തായിരിക്കും? ഒരാറ്റത്തിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 16 ആണ് അതിൻ്റെ ഗ്രാം വരുന്നത്. അപ്പോൾ ഇവിടെ O2 എടുത്തു കഴിഞ്ഞാൽ 2 × 16 32 അതായിരിക്കും അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, റിലേറ്റീവ് മോളിക്കുലാർ മാസ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഒരു എലമെൻറ്റിൻ്റെ മോളാർ മാസ് ആണ് നോക്കുന്നത് കേട്ടോ. അതിൽ ഇറ്റ് ഈസ് ദി മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാം, ഹൈഡ്രജൻ്റെ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 1 ആണ് വരുന്നത്, കാർബണിൻ്റെ ആണെങ്കിൽ 12 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആ ഒരു റിലേറ്റീവ് അറ്റോമിക് മാസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റിലേറ്റീവ് അറ്റോമിക് മോളിക്കുലാർ മാസോ അല്ലെങ്കിൽ അറ്റോമിക് മാസോ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത് മോളാർ മാസ് ഓഫ് എ മോളിക്കുലാർ സബ്സ്റ്റൻസ്. ഒരു മോളിക്കുലാർ സബ്സ്റ്റൻസ്, മോളിക്യൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെയിം കൈൻഡ് ഓഫ് ആറ്റംസ്, രണ്ടിലധികമുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് കൂടി ചേരുമ്പോൾ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. മോളാർ മാസ് ഓഫ് വാട്ടർ H2O അല്ലേ. അതിൻ്റെ എന്താ 2 × H പ്ലസ് മോളാർ മാസ് ഓഫ് O ആണ്. അപ്പം 2 × ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 gram ഓഫ് മോൾ റേസ് ടു -1. ഓക്കെ, അത് പ്ലസ് 6 gram × മോൾ റേസ് ടു -1. അപ്പോൾ 18 gram മോൾ ഇൻവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോളാർ മാസസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദി മോളാർ മാസസ് ഓഫ് അയോൺസ് പ്രസൻറ്റ് ഇൻ ദി ഫോർമുല യൂണിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം NaCl. അതിൽ NaCl എന്ന് വെച്ചാൽ Na+ അയോൺസും ഉണ്ട്, Cl- അയോൺസും ഉണ്ടാവും അല്ലേ. അതിൻ്റെ ആ ഒരു മോളാർ മാസസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത്. സോ മോളാർ മാസ് ഓഫ് NaCl എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 23 gram ആണ് Na+ അയോൺസിന് ഉണ്ടാവില്ല, 35.5 gram ആയിരിക്കും Cl- ഉണ്ടാവില്ല. ടോട്ടൽ മോളാർ മാസ് ഓഫ് NaCl 58.5 gram മോൾ റേസ് ടു -1 ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ K2SO4 എന്നുള്ളൊരു എക്സാമ്പിളും കൂടി കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇനി മോളിക്കുലാർ ആൻഡ് എംപിരിക്കൽ ഫോർമുലാസ് ആണ്. അപ്പം ഈ ഒരു മോളിക്കുലാർ ആൻഡ് എംപിരിക്കൽ ഫോർമുലാസ് നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ, ഈ ഒരു അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല വരുന്നത് NH3 ആണ്, സെയിം ആസ് ദി എംപിരിക്കൽ ഫോർമുല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ഫ്രക്ടോസിൻ്റെ ഉള്ള കേസിൽ നോക്കൂ, അതിൽ സെയിം ആയിട്ടുള്ള C6H12O6 അല്ലേ. അപ്പോൾ എന്താണ് 6നെ എന്തുകൊണ്ട് നമുക്ക് എല്ലാ ഇതുകൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതലായിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ എംപിരിക്കൽ ഷോർട്ടസ്റ്റ് ഫോം എടുത്തിട്ടാണ് ചെയ്യുന്നത്. CH2 അല്ലേ, C6ൽ 1 ആയിട്ട് കണക്കൂട്ടുന്നു. പിന്നെ H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ൽ 6 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പോൾ അത് മിനിമൈസ് ചെയ്യുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. അത് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എംപിരിക്കൽ ഫോർമുല ആയിരിക്കും കേട്ടോ.
ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പം നെക്സ്റ്റ് നോക്കുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്തിനാണ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് അലൂമിനിയം ഓക്സൈഡ് എടുക്കുക, Al2O3 എടുക്കുക. അതിൽ എത്രത്തോളം അലൂമിനിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഇൻ 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ Al2O3 ആണ് എടുക്കുന്നത്. അതിൽ എത്ര അലൂമിനിയം ഉണ്ടെന്നാണ് നോക്കുന്നത്. Al2O3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 27 ആണ് വരുന്നത്. ഓക്കെ, Alൻ്റെത് 27 ഗ്രാമാണ് മാസ് വരുന്നത്. ആൻഡ് Al എന്താണ്, 2 ഉണ്ട് അല്ലേ, 2 ആറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ 2 × 27 ഗ്രാം. ഇനി എന്താ O3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്, 16 ആണ്. ഇൻറ്റു 3 ടൈംസ് ഉണ്ട്, 3 ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ടോട്ടലി നമുക്ക് എത്ര കിട്ടും, Al2O3ൻ്റെ മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 102.09 എന്ന് കിട്ടും, 0 ഗ്രാം എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1 മോൾ ഓഫ് Al2O3യിൽ എത്രയുണ്ട്, 2 മോൾ ഓഫ് Al ആറ്റംസ് ഉണ്ട്. ആൻഡ് ദ മാസ് ഓഫ് Al ഈസ് 2 × 27 അല്ലേ. 2 മോളല്ലേ ഇവിടെ ഉള്ളത് Al, അലൂമിനിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 × 27 ആണ്. അതെത്ര നമുക്ക് കിട്ടുന്നുണ്ട്, 54.0 ഗ്രാം ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നോക്കുകയാണ് അല്ലേ, അലൂമിനിയത്തിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നോക്കുന്നതാണെങ്കിൽ 54 അലൂമിനിയത്തിൻ്റെ വെയിറ്റ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ Al2O3ൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1000 ആണ് കേട്ടോ, ഇത് 100 ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും വരുന്നത്, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 52.9% ആയിരിക്കും കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വരുന്നത്. ഓക്കെ,